നമസ്തേ. ഹാപ്പി ലേണിംഗ് പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഹിന്ദിയാണ് എടുക്കുന്നത്. ഹിന്ദി നമ്മുടെ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ ഔദ്യോഗികമായ ഭരണ ഭാഷയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫയലുകൾ, ഓർഡറുകൾ, ഭരണക്രമങ്ങൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ഉള്ളത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളിൽ ഒന്നാണ് ഹിന്ദി. സംസാരിക്കുന്നവരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തൊക്കെ ഹിന്ദി വരും. ലോകത്ത് ഏകദേശം 7000-ലധികം ഭാഷകളുണ്ട് എന്നാണ്. അതിൽ 23 ഭാഷകളിലാണ് ലോകത്തെ ജനസംഖ്യയുടെ പകുതി ആളുകളും സംസാരിക്കുന്നത്. ഹിന്ദി ഭാഷ സംസാരിക്കുന്നവർ ഇന്ത്യയിൽ 2001 കാനേഷുമാരി കണക്ക് പ്രകാരം 43 കോടിയോളം ആളുകൾ വരും. നിലവിലെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 50% ആളുകൾ ഹിന്ദി സംസാരിക്കുന്നവരായിട്ടുണ്ട്. ഉത്തരഭാരതത്തിൽ, മധ്യഭാരതത്തിലൊക്കെ ഹിന്ദിയോട് സാമ്യമുള്ള ഭാഷകളുമാണ് സംസാരിക്കുന്നത്. ഹിന്ദി എന്ന ഭാഷ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഭാഷയായിട്ട് മാറിയത് 1948 സെപ്റ്റംബർ 14 എല്ലാ വർഷവും സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യയുടെ ഭരണഭാഷയാക്കി ഹിന്ദി മാറ്റിയതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് അത് കൊണ്ടാടുന്നത്. ഹിന്ദി ഭാഷയുടെ ഉത്ഭവം ഹിന്ദുസ്ഥാനി ഭാഷയിൽ നിന്നാണെന്ന് ചരിത്രത്തിൽ പറയുന്നു. ഹിന്ദുസ്ഥാനി ഭാഷ ഇന്ത്യയിലേക്ക് വന്ന പേർഷ്യക്കാരുടെ സൃഷ്ടിയാണ്. ഹിന്ദിയും ഉറുദുവുമൊക്കെ ഹിന്ദുസ്ഥാനി ഭാഷയിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഹിന്ദിയിൽ ഇന്ത്യയുടെ പ്രാചീന ഭാഷയായ സംസ്കൃതത്തിൻ്റെ ഭാഗങ്ങൾ കൂടുതൽ വരുന്നു. ഉറുദുവിൽ അറബിക് വേർഡുകൾ, അറബി സ്വാധീനം കൂടുതലുണ്ടാകുന്നു. ഈ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഹിന്ദിയും ഉറുദുവും ഏകദേശം ലിപി മാത്രമേ വ്യത്യാസമുള്ളൂ. പരസ്പര പൂരകങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഹിന്ദി ഭാഷ ഇന്ന് നമ്മുടെ സ്കൂളിലെ 3ാമത്തെ ഭാഷയായിട്ട് നിർബന്ധമായി നമ്മൾ പഠിക്കുന്ന, നമ്മുടെ സ്കൂളിലെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. സ്കൂളിലെ പഠനത്തിൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം, നേരത്തെ ഒക്കെ ലാംഗ്വേജുകൾ ഒരു പ്രത്യേക ക്വസ്റ്റ്യൻ തരികയും ആൻസറുകൾ എഴുതി തരികയും അത് കൃത്യമായി കാണാതെ പഠിച്ച്, അങ്ങനെ പഠിച്ചാൽ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങുകയും ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഹിന്ദി അടക്കമുള്ള എല്ലാ ലാംഗ്വേജുകളും ഇപ്പോൾ മികച്ച തരത്തിൽ മാർക്ക് സ്കോർ ചെയ്ത് ഏറ്റവും നല്ല റിസൾട്ട് A+ ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഭാഷാപരമായി നമ്മുടെ ഒരു കഴിവ് അതിലേറ്റവും പ്രധാനമാണ്. ഭാഷാപരമായി എത്രത്തോളം ഒരു കുട്ടിക്ക് ശേഷിയുണ്ട്, കഴിവുണ്ട്, ഇതാണ് ഹിന്ദിയിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഭാഷാപരമായ അറിവ് നമുക്ക് നന്നായിട്ട് വേണം. കാണാതെ പഠിച്ചതുകൊണ്ടോ, ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് വായിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ ഗൈഡുകളിൽ വരുന്ന ഏതെങ്കിലും ഉത്തരങ്ങൾ എഴുതി വെച്ചുകൊണ്ടൊന്നും പൂർണ്ണമായിട്ടും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. ഭാഷയുടെ സ്ട്രക്ചർ, അതിൻ്റെ ഒരു ബേസ് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് നമുക്ക് ഒരു സ്കൂളിലെ ഒരു വിഷയം എന്ന നിലക്ക് ഹിന്ദി എന്ന സബ്ജക്റ്റിനെ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഹിന്ദി സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും നമുക്ക് എങ്ങനെ സാധിക്കും എന്നതിൽ നിന്നാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. ഹിന്ദിയുടെ ഒരു സ്ട്രക്ചർ
നമുക്കറിയാം മലയാളത്തിലേതുപോലെ തന്നെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമൊക്കെ അടങ്ങുന്ന അക്ഷരമാല ഏകദേശം മലയാളത്തെ പോലെ തന്നെയാണ് ഹിന്ദിയിലുമുള്ളത്. ആ മുതൽ അം വരെയുള്ള സ്വരാക്ഷരങ്ങളും ക, ഘ, ഛ, ഠ, ഥ തുടങ്ങി പ തുടങ്ങിയുള്ള നമ്മുടെ മലയാളത്തിലെ ആ സ്വരാക്ഷര രീതി, അതിൽ വലിയ വ്യത്യാസമൊന്നും ഹിന്ദിയിലുമില്ല. നമുക്ക് ജസ്റ്റ് അക്ഷരങ്ങളൊന്ന് ഹിന്ദിയിലെ അക്ഷരങ്ങൾ ബോർഡിലൊന്ന് എഴുതി നമുക്ക് നോക്കാം. ബോർഡിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എല്ലാവരും. സ്വരാക്ഷരങ്ങൾ ആ, ഇ, ഈ, ഉ, ഉ, ഇർ, എ. മലയാളത്തിൽ എ എന്നുണ്ടാവും, ഹിന്ദിയിൽ എ എന്നേ ഉള്ളൂ. അടുത്ത് വരുന്നത് ഐ ആണ്. അടുത്തത് ഒ. മലയാളത്തിലേതുപോലെ ഒ എന്നുള്ള പ്രയോഗം ഇല്ല, ഔ ആണ് അടുത്ത പ്രയോഗം. അം, ആ. ഇതാണ് ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങൾ. ഇനി വ്യഞ്ജനാക്ഷരങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് എഴുതി പോകുന്നേ ഉള്ളൂ, വിശദീകരിക്കുന്നില്ല. നിങ്ങൾ പലയിടത്തും കേട്ടതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് ഞാൻ അതുകൂടെ ഒന്ന് എഴുതുന്നു. അതിൻ്റെ മലയാള രൂപം കൂടെ ഒന്ന് ജസ്റ്റ് എഴുതുന്നുണ്ട്, അത് നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. മലയാളത്തിൽ ഏതാണ് ഹിന്ദിയിലെ അക്ഷരം, മലയാളത്തിൽ ഏതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയൽ അത്യാവശ്യമാണ്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് തെറ്റില്ലാതെ ഹിന്ദി എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ക എന്ന ക്രമത്തിൽ ക മലയാളത്തിലെ ക ആണ്. അടുത്തത് ഘ. മലയാളത്തിലെ നഖം എന്നെഴുതുന്ന ഘ ആണത്. അടുത്തത് ഗ. മലയാളത്തിലെ ഈ ഗാനം എന്നൊക്കെ എഴുതുന്ന ഈ ഗായാണ്. അടുത്തത് ഘ. അടുത്തത് ഘ. മലയാളത്തിലെ ആഘോഷം എന്നൊക്കെ വരുന്ന ആ ഘയാണത്. അടുത്തത് ങ എന്ന അക്ഷരമാണ്. അത് പൊതുവെ അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാറില്ല, എന്നാലും അതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇതാണ് ക വിഭാഗത്തിൽപ്പെട്ട. ഇനി നമുക്ക് അടുത്തത് ഛ ആണ്. ഛ വർഗം. ഛ. അടുത്തത് ഛ. അടുത്തത് ജ. അടുത്തത് ഛ. ഝ എന്ന് ഒന്നുകൂടെ കനപ്പിച്ച് നമ്മൾ പറയുന്ന ഛ. അടുത്തത് ഞ. ഞ എന്ന അക്ഷരവും കൂടുതൽ ഹിന്ദിയിൽ പ്രയോഗിക്കാറില്ല. ഇതാണ് ഛ വർഗത്തിലുള്ള അക്ഷരങ്ങൾ. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഛ എന്ന് എഴുതുമ്പോൾ മലയാളത്തിലെ ഛ ഹിന്ദിയിൽ ഇതാണെന്നുള്ളത് നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞാലേ അക്ഷരത്തെറ്റില്ലാതെ ഹിന്ദി എഴുതാൻ സാധിക്കൂ. അടുത്തത് ഠ വർഗമാണ്. നോക്കുക, ഫസ്റ്റ് ട. സാധാരണ ഫസ്റ്റിലെ മലയാളത്തിലെ ഈ ഡ, എസ് രൂപത്തിൽ നമ്മൾ എഴുതുന്ന ഈ ഡായാണ് ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതുക, ഒരു അരിവാളിൻ്റെ രൂപത്തിൽ. അടുത്ത് ഠ. മലയാളത്തിലെ ഈ പൂജ്യം രൂപത്തിലുള്ള ഠായാണ്. അടുത്തത് ഹിന്ദിയിൽ ഇങ്ങനെയാണ് ഡ എഴുതുക, മലയാളത്തിൽ അത് ഇതാണ്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. മലയാളത്തിലെ എസ് മോഡലുള്ള ഠ ഹിന്ദിയിൽ ഒരു അരിവാൾ മോഡലാണ്. മലയാളത്തിൽ ഈ ഢ ഹിന്ദിയിൽ എസ് മോഡലാണ് എഴുതുക. അതൊരു വ്യത്യാസമാണ്, ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ
അടുത്ത അക്ഷരം ഠ, മലയാളത്തിൽ മൂഢൻ എന്നൊക്കെ എഴുതുന്ന ഠ. അടുത്തത് ണ. ഇതാണ് ഠ വർഗം. ഇത് ഇവിടെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അരിവാൾ മോഡൽ ഉള്ള ഈ ഠ മലയാളത്തിലെ എസ് മോഡലുള്ള ഠയാണ്. ഹിന്ദിയിലെ എസ് മോഡലുള്ള ഠ മലയാളത്തിലെ ഈ കാണുന്ന ഠയാണ്. അത് വ്യത്യാസം മനസ്സിലാക്കിയില്ലെങ്കിൽ എഴുതുമ്പോൾ തെറ്റിപ്പോകും. ഇനി അടുത്ത വർഗം ഥ വർഗമാണ്. ത, സാധാരണ ത. അടുത്തത് ധ. ധ മലയാളത്തിൽ കഥ എന്നെഴുതുന്ന ധയാണത്. അടുത്തത് ദ ആണ്. മലയാളത്തിലെ ദ. അടുത്തത് ധനം എന്നൊക്കെ എഴുതുന്ന ധ ആണ്. അടുത്തത് ആ വർഗം ന യിലാണ് അവസാനിക്കുന്നത്. ഇനി പ വർഗത്തിലുള്ള അക്ഷരങ്ങൾ കൂടെ നോക്കുക. പ, ഫ, ബ, ഭ, മ, എസ്. പ വർഗവും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഭാഗത്ത് വരുന്ന യ മുതലുള്ള അക്ഷരങ്ങളാണ് ശ്രദ്ധിക്കുക. യ, ര, ല, വ, ഷ. ഇവിടെ ശ്രദ്ധിക്കണം, ഷ മലയാളത്തിലെ പശു എന്ന് പറയുന്ന ഷ ആണിത്. ഇനി അടുത്തത് ഷ ആണ്. ഷ. അടുത്തത് സ. അടുത്തത് ഹ. ഇത്രയുമാണ് ഹിന്ദി അക്ഷരങ്ങൾ. ഇത്രയും അക്ഷരങ്ങൾ നമ്മുടെ ഭാഷയുടെ അടിസ്ഥാനമാണ്, അടിത്തറയാണ്. തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലെ മലയാളികളായ നമ്മൾ മലയാള അക്ഷരവും അതിൻ്റെ ഹിന്ദി അക്ഷരവും എന്ന രൂപത്തിൽ തന്നെ കൃത്യമായി പഠിച്ചാൽ മാത്രമേ അക്ഷരത്തെറ്റില്ലാതെ ഹിന്ദി എഴുതാൻ സാധിക്കൂ. അതുകൊണ്ട് നേരത്തെയൊക്കെ അക്ഷരങ്ങൾ പഠിച്ചവരാണ് നമ്മളൊക്കെ. 5ാം ക്ലാസ് മുതൽ തന്നെ ഹിന്ദിയിൽ അക്ഷരങ്ങൾ പഠിച്ചവരാണ്. പക്ഷേ അതിൻ്റെ കൃത്യമായ മലയാള അക്ഷരങ്ങളും കൂടെ കൂട്ടിയുള്ള പഠനം, അത് പഠിക്കുമ്പോൾ മാത്രമേ സ്വാഭാവികമായിട്ടും ഹിന്ദി അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ നമുക്ക് സാധിക്കൂ എന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഹിന്ദിയിലെ അക്ഷരങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് കൂട്ടി യോജിപ്പിച്ച് ഒരു സെൻറ്റൻസ് ആക്കി അല്ലെങ്കിൽ ഒരു വാക്കാക്കി മാറ്റാൻ ഒരു പ്രയാസവുമില്ല. നീട്ടുവാനും ദീർഘങ്ങളൊക്കെ സാധാരണ നിങ്ങൾക്കറിയാം. ജസ്റ്റ് വേണമെങ്കിൽ ഞാനതൊന്ന് പരിചയപ്പെടുത്തി തരാം. ഓരോ അക്ഷരങ്ങളെയും ദീർഘങ്ങൾ ആ എന്നതിന് ഒരു വര ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ എന്നുള്ളതിന് ഞാനൊരു ഉദാഹരണത്തിന് ഒരു അക്ഷരം, ഒരു വ്യഞ്ജനാക്ഷരത്തെ ദീർഘമായ രൂപത്തിൽ ഇവിടെ പരിചയപ്പെടുത്താം. അതായിരിക്കും ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നല്ലത്. നോക്കുക, ക എന്നുള്ള അക്ഷരം, അതിനെ ഞാൻ എടുക്കുന്നു. അത് ക എന്നാക്കാൻ ഒരു വര കൂട്ടി ഇടുകയാണ് വേണ്ടത്. കി എന്നാക്കാൻ മുമ്പിൽ ഇതുപോലൊരു വള്ളി കൊടുക്കുക. കി എന്നാവാൻ ശേഷമാണ് വള്ളി കൊടുക്കേണ്ടത്. കു എന്നതിന് എഴുതിയതിന് ശേഷം അടിയിൽ ഇങ്ങനെ ഇങ്ങോട്ടൊരു ചെറിയൊരു അടയാളമിടുന്നു. അത് ഒന്നുകൂടെ നീട്ടുവാൻ തിരിച്ചങ്ങോട്ടാണ് ഇടേണ്ടത്.
കിർ എന്ന രൂപത്തിലാക്കാൻ അടിയിൽ ഇങ്ങനെ ഒരു കൊക്കയാണ് ഇടേണ്ടത്. കെ എന്നതിന് മുകളിലൊരു ചെരിച്ചൊരു വര, കൈ എന്നതിന് 2 വര, കോ എന്നതിന് ക എന്നെഴുതി ഒരു ദീർഘമിട്ട് അതിൻ്റെ മുകളിൽ ചെരിച്ചൊരു വര, കൗ എന്നതിന് ആ ദീർഘമായ വരയുടെ മുകളിൽ 2 ചരിച്ചു വരയിടുക, കം മുകളിൽ പുള്ളിയിടുന്നു, ഖ 2 പുള്ളി ഇവിടെയുന്നു. ഇങ്ങനെ ഓരോ അക്ഷരവും ദീർഘമാക്കുന്ന രൂപവും ജസ്റ്റ് പറഞ്ഞു തന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും നന്നായി ശ്രദ്ധിച്ച്. ഇതിലൊക്കെ പിഴക്കാറുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കു എന്നുള്ളതിന് പകരം കു എന്നിടും. അപ്പോൾ അക്ഷരങ്ങൾ തെറ്റിപ്പോവും. അപ്പോൾ പൊതുവെ പരീക്ഷയ്ക്ക് മാർക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ദീർഘങ്ങളും മറ്റുമൊക്കെ നന്നായി മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം, SSLC പരീക്ഷയിൽ നിങ്ങളുടെ A+ നഷ്ടപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള ചെറിയ അക്ഷരതെറ്റുകളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ബേസ് വളരെ ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ ഹിന്ദിയുടെ ടെക്സ്റ്റിലേക്ക്, പാഠത്തിലേക്ക് കടക്കാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മളിപ്പോൾ അക്ഷരങ്ങൾ പഠിച്ചു. ഞാൻ ഈ അക്ഷരം വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ അക്ഷരങ്ങളെ വെച്ച് ഒരു സെൻറ്റൻസ് എങ്ങനെ രൂപപ്പെടുത്താം, ഒരു 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 വാക്ക് എങ്ങനെ എഴുതാം, ഇവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇപ്പോഴത്തെ പഠന രീതിയിൽ ലാംഗ്വേജുകളിൽ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ എത്തണമെങ്കിൽ സ്വന്തമായി ഒരു സെൻറ്റൻസ് എഴുതാൻ നമുക്ക് കഴിയണം. സ്വന്തമായി സെൻറ്റൻസ് എഴുതാൻ കഴിയുന്നവർക്ക് മാത്രമേ ഏറ്റവും മികച്ച രൂപത്തിൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കാണാതെ നമ്മൾ പഠിച്ചതുകൊണ്ട് ചിലപ്പോൾ കുറച്ചൊക്കെ നമുക്ക് എഴുതാൻ ആയിരിക്കാം. പക്ഷേ അതൊന്നും അത്ര പൂർണ്ണമാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പൂർണ്ണമായിട്ടും നമുക്ക് ലാംഗ്വേജിൽ, ഹിന്ദിയിൽ ഏറ്റവും ധൈര്യത്തോടെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ സാധിക്കണമെങ്കിൽ, പരീക്ഷയെ ഏറ്റവും മികച്ച രൂപത്തിൽ നമുക്ക് സമീപിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്കൊരു ധൈര്യം വേണം. ഏത് ചോദ്യം വന്നാലും എനിക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയും, ഒരു ഗ്രാമർ മിസ്റ്റേക്കോ ഒന്നും ഇല്ലാതെ എനിക്ക് എഴുതാൻ സാധിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് നമുക്ക് വരാൻ സാധിച്ചാലാണ് ഏറ്റവും മികച്ച സ്കോർ നമുക്ക് ഹിന്ദി എന്ന വിഷയത്തിൽ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുന്ന, ഒരു സ്വന്തമായിട്ടൊരു സെൻറ്റൻസ് എഴുതുന്നതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഇപ്പോൾ രൂപപ്പെടുത്തുകയാണ്. അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടം നമ്മൾ അതിലേക്കാണ് ഇനി കടക്കുന്നത്. ഭാഷയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് അതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ ഗ്രാമറിൽ ഒരുപാട് വിശാലമാണ് ഗ്രാമറുകൾ. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും ലോകത്തെ ഏത് ഭാഷയിലായാലും ഗ്രാമറുകൾ വിശാലമാണ്. ഇപ്പോഴത്തെ സിലബസിൽ നമ്മൾ ഗ്രാമറുകൾ ഡയറക്റ്റായിട്ട് പഠിപ്പിക്കുന്ന സിസ്റ്റം ഒന്നും കൂടുതലില്ല. അതൊക്കെ പാഠത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ വന്നു പോകുന്നേ ഉള്ളൂ ഗ്രാമറുകൾ. ഒരുപക്ഷെ ഗ്രാമറുകളിൽ അത്ര പ്രാധാന്യം കൊടുക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളില്ല എന്ന് തന്നെ പറയാം. പക്ഷേ SSLC പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു 40 മാർക്കിൽ 7 മാർക്കിന് വരെ ഗ്രാമർ ചോദിക്കാറുണ്ട്. 7 മാർക്ക്, 6 മാർക്ക്, 5 മാർക്കിന് എന്തായാലും ഗ്രാമർ ചോദിക്കും. പക്ഷേ ആ ഗ്രാമറുകളൊന്നും ഡയറക്റ്റായിട്ട് ഇന്ന രൂപത്തിലാണ്, ഈ രൂപത്തിലാണത് പ്രയോഗിക്കേണ്ടത് എന്നൊന്നും കൃത്യമായിട്ട് പഠിക്കുന്നൊന്നുമില്ല. നമ്മൾ ഭാഷ പഠിക്കുന്നതിനനുസരിച്ച് ഗ്രാമറുകളും അതിൻ്റെ നിയമങ്ങളും പഠിച്ചു പോകുന്നു എന്ന് മാത്രം. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങളോടിപ്പോൾ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സംഭവം, ഹിന്ദി ഭാഷ എഴുതുവാൻ അതിൻ്റെ സ്ട്രക്ചറായ, അതിൻ്റെ അടിസ്ഥാനപരമായ ചില ഗ്രാമർ കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് കടക്കേണ്ടതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ സ്കൂളുകളിൽ നിന്നും അത്ര കൃത്യമായിട്ട് കൂടുതലൊന്നും ഇത്തരം വിശദീകരണങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല. അതിനൊന്നും സമയം ഉണ്ടാവില്ല സ്കൂളിൽ. അതുകൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതിനുള്ള കാര്യങ്ങൾ. ഗ്രാമറാണ് കുറച്ച് ഞാൻ പറയുന്നത്. അത് നന്നായി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടും, നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ആദ്യമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഗ്രാമറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമർ എന്ന് പറയാവുന്ന ടെൻസാണ്, കാലമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം 3 കാലങ്ങളാണുള്ളത്. മലയാളത്തിലാണെങ്കിൽ നമുക്ക് പറയാം വർത്തമാനകാലം, ഭാവി കാലം, ഭൂതകാലം. ഇംഗ്ലീഷിലാണെങ്കിൽ പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പാസ്റ്റ് ടെൻസ്. ഇങ്ങനെ 3 കാലങ്ങൾ. 3 കാലത്തിലാണ് ഒരു പ്രവൃത്തി നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പ്രവൃത്തി, ഉദാഹരണത്തിന്
എഴുതുക ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ഈ മൂന്നിലൊരു കാലത്തിലേ സംഭവിക്കൂ. ഒന്നുകിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു, എഴുതുകയാണ്, പ്രസൻറ്റ് ഒരു കണ്ടീഷനിൽ അത് സംഭവിക്കും. അല്ലെങ്കിൽ എഴുതും, ഞാൻ എഴുതും, ഭാവിയിൽ വരാനുള്ള ഒരു കാര്യമായിട്ടത് പറയാം. അതുമല്ലെങ്കിൽ കഴിഞ്ഞു പോയത്, എഴുതിക്കഴിഞ്ഞു, ഞാൻ എഴുതിയിരുന്നു, എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പ്രയോഗിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഒരു പ്രവൃത്തി 3 കാലത്തെ സംഭവിക്കൂ. ഒന്നുകിൽ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ വരാനുള്ളത്. ഹിന്ദിയിൽ ഈ 3 കാലങ്ങൾ, എല്ലാ ഭാഷയിലും ഈ 3 കാലങ്ങൾ തന്നെയാണുള്ളത്. അതിനപ്പുറത്തേക്ക് അതും വരാനില്ല, നമുക്കറിയാം. ഹിന്ദിയിൽ 3 കാലങ്ങളെ വർത്തമാൻ കാൽ, ഭവിഷ്യകാൽ, ഭൂതകാൽ ഇങ്ങനെയാണ് പറയുന്നത്. വർത്തമാൻ കാൽ വർത്തമാനകാലം, ഭവിഷ്യകാലം ഭാവികാലം, ഭൂതകാലം ഭൂതകാലം തന്നെ. അപ്പോൾ ഈ 3 കാലങ്ങളിൽ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് എഴുതുക എന്ന് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഭാഷാ പഠനത്തിൻ്റെ ഒരു 80% ഭാഗവും അവിടെ തീരും. നിങ്ങൾക്ക് ധൈര്യസമേതം ഈ പറഞ്ഞ 3 കാലത്തിലും ഒരു സെൻറ്റൻസിനെ നമുക്ക് എഴുതാൻ പഠിച്ചാൽ, നിങ്ങൾക്ക് ധൈര്യസമേതം ഒരു പരീക്ഷയിൽ ആൻസർ എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾക്ക് പരീക്ഷയ്ക്ക് ഒരു കഥ എഴുതാൻ ചോദിക്കുകയാണ്. ഒരു രാജാവിന് 4 കുട്ടികളുണ്ടായിരുന്നു. ഇതാണ് എഴുതേണ്ടത്. ഉണ്ടായിരുന്നു. ഒരു രാജാവിന് 4 കുട്ടികൾ എന്ന് വരെ നമുക്കൊക്കെ ഒരു പക്ഷേ ഹിന്ദി ജസ്റ്റ് പഠിച്ചാൽ നമുക്കിങ്ങനെ കിട്ടും. ഏക് രാജാക്കോ ചാർ ബേട്ടെ എന്ന് വരെ എഴുതാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നു എന്ന ആയിരുന്നു എന്നുള്ള ആ കാലത്തെ പ്രയോഗിക്കണമെങ്കിലുള്ള പ്രയോഗം എന്താണെന്ന് തിരിച്ചറിയണം. അല്ലെങ്കിൽ അവിടെ ഏക് രാജാക്കോ ചാർ ബേട്ടെ ഥേ എന്നാണ് പ്രയോഗിക്കേണ്ടത്. ആയിരുന്നു, ഉണ്ടായിരുന്നു എന്നർത്ഥത്തിൽ. ആ ഥേ എന്നുള്ളതിന് പകരം ചിലപ്പോൾ നമ്മൾ ഹേ എന്ന് പ്രയോഗിക്കും. സാധാരണ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ അറിയാത്ത ഒരാളാണ് എഴുതുന്നതെങ്കിൽ ഏക് രാജാക്കോ ചാർ ബേട്ടെ ഹേ എന്ന് പ്രയോഗിക്കും. ഏക് രാജാക്കോ ചാർ ബേട്ടെ ഹൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായി? ഒരു രാജാവിന് 4 മക്കൾ ഉണ്ട് എന്നായി. ഒരു കഥ എഴുതുമ്പോൾ ഒരു രാജാവിന് 4 മക്കൾ ഉണ്ടായിരുന്നു എന്ന് എഴുതേണ്ട ഇടത്ത് ഉണ്ട് എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മാറി. നമ്മൾ അത് ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മാർക്ക് കുറയാൻ കാരണമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗ്രാമർ, അതിലെ ടെൻസിൽ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള പഠനം ഏറ്റവും പ്രധാനമാണ്. അതിലെ ഒരു ടെൻസിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ടെൻസിലേക്ക് കടക്കാം. ഹിന്ദിയിലെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ ടെൻസ് വർത്തമാനകാലമാണ്. വർത്തമാനകാലം എന്നാൽ പ്രസൻറ്റ് ടെൻസ്. ഇംഗ്ലീഷിലെ പ്രസൻറ്റ് ടെൻസ്, മലയാളത്തിൽ നമ്മൾ വർത്തമാനകാലം എന്ന് പറയുന്ന ഒരു ക്രിയ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ അല്ലെങ്കിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആ ഒരു രൂപമാണ്. അപ്പോൾ ഈ കാലത്തിൽ, വർത്തമാനകാലത്തിൽ 3 തരത്തിൽ സാധാരണഗതിയിൽ ഇത് 3 തരത്തിലുണ്ട്. വർത്തമാനകാലം എന്നത് 3 തരത്തിലുണ്ട്. പക്ഷെ 3 തരത്തിൽ നമ്മളെല്ലാം കൂടെ അങ്ങനെ കൃത്യമായിട്ട് പഠിക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പ്രധാനമായും 2 രൂപത്തിലാണ് വർത്തമാനകാലത്തിൽ പ്രയോഗിക്കുക. മലയാളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സെൻറ്റൻസ് നമ്മൾ വർത്തമാനകാലത്തിൽ എഴുതുകയാണ്. എല്ലാവരും ബോർഡിലേക്ക് നോക്കുക. ഞാൻ പഠിക്കുന്നു. മലയാളത്തിൽ ഞാൻ പഠിക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ ഞാൻ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വർത്തമാനകാലമാണ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളൊരു വർത്തമാനകാലമാണ്. ഹിന്ദിയിൽ ഈ വർത്തമാനകാലത്തിന് ഹിന്ദിയിൽ പറയുക സാമാന്യ വർത്തമാനകാലം എന്നാണ്. സാമാന്യ വർത്തമാനകാലം. സാമാന്യ വർത്തമാനകാലം, സാധാരണ വർത്തമാനകാലം. ഇനി രണ്ടാമത്തെ ഒരു പ്രയോഗം കൂടെ ഉണ്ട്. ഞാൻ മലയാളം എഴുതാൻ നോക്കുക.
ഞാൻ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ബോർഡിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്കൂ, ആദ്യത്തേത് ഞാൻ പഠിക്കുന്നു, സിമ്പിളാണ്. രണ്ടാമത്തേത് ഞാൻ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ധൃതിയുടെ സ്വഭാവം അവിടെ കാണുന്നുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതിപ്പോൾ അങ്ങനെ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്ന ആ ഒരു രൂപത്തിലുള്ള സമയത്താണ് നമ്മൾ ഇങ്ങനെ പറയുക. എന്താ നിനക്ക് പണിയെന്ന് ചോദിച്ചാൽ ഞാൻ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചു തീരാറായോ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു മറുപടി ഞാൻ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുക എന്നാൽ എപ്പോൾ തീരും. ആ സമയത്ത് ഞാൻ ഹിന്ദി പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരുപാട് സമയം അങ്ങനെ നീണ്ടുപോവാം, സാമാന്യ രൂപത്തിൽ അങ്ങനെ നീണ്ടുപോവാം. പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു രൂപം കാണുന്നുണ്ട്. ഹിന്ദിയിൽ അത്തരം വർത്തമാനകാലങ്ങൾക്ക് പറയുന്ന പേര് താൽക്കാലിക വർത്തമാനകാൽ എന്ന. താത്കാലിക് വർത്തമാനകാൽ. താത്കാലിക വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തി. കണ്ടിന്യൂസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു രൂപമാണ് താത്കാലിക വർത്തമാനകാലം. അപ്പോൾ ഞാൻ പറഞ്ഞത് വർത്തമാനകാലത്തിൽ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് സാമാന്യ വർത്തമാനകാലവും മറ്റൊന്ന് താത്കാലിക വർത്തമാനകാലവും. ഇനി അതിൻ്റെ വലിയ വശത്തിലേക്കൊന്നും കടക്കുന്നില്ല, നിങ്ങളെ ടെൻഷനാക്കി കൺഫ്യൂഷനാക്കുന്നൊന്നുമില്ല. ഞാൻ അതിൻ്റെ ആ രണ്ട് കാലത്തിൽ ഒരു കാലം കൂടെ വർത്തമാന കാലത്തിലുണ്ട്. അത് നമുക്ക് എപ്പോഴും അങ്ങനെ പ്രയോഗിക്കേണ്ട ഒരു ഭാഗം അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. നമുക്ക് പിന്നീട് വേണമെങ്കിൽ വിശദീകരിക്കാം. ഇപ്പോൾ നോക്കുക, രണ്ട് കാലത്തിൽ ഒരു സെൻറ്റൻസ് എഴുതൽ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു സെൻറ്റൻസ് എഴുതാൻ ഒരു സെൻറ്റൻസിൽ സ്വാഭാവികമായിട്ടും 3 ഭാഗങ്ങളുണ്ടാകും. ഒന്ന് കർത്താവ്, മറ്റൊന്ന് ക്രിയ, കർമ്മം. കർത്താവ്, കർമ്മം, ക്രിയ. ആ ഓർഡറാണ് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെയുള്ള ഒരു ഡയറക്റ്റ് മോഡലാണത്. കർത്താവ്, കർമ്മം, ക്രിയ. ഞാൻ ഹിന്ദി പഠിക്കുന്നു. ഞാൻ, കർത്താവ്, ഹിന്ദി, കർമ്മം, പഠിക്കുന്നു എന്നത് ക്രിയ. അപ്പോൾ ഞാൻ, അതുപോലെ തന്നെ നീ, അവൻ, അവർ, ഇങ്ങനെ ഒരു 4 രൂപത്തിലാണ് പൊതുവെ കർത്താവ് വരിക, സബ്ജക്റ്റ് വരിക. ഞാൻ, നീ, അവൻ, അവർ. അവൻ എന്നുള്ളിടത്ത് അവൻ എന്നുള്ളതിന് പകരം ഒരാളുടെ പേരാവാം, ഒരു വസ്തുവിൻ്റെ പേരാവാം, പേരുകളൊക്കെ വരാം. അവർ എന്നുള്ളത് അവൻ എന്നുള്ളതിൻ്റെ ബഹുവചനാണ്. 2 അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് അവർ എന്ന് പറയുക. അവർ എന്നുള്ളതിന് പകരം എന്തും വരാം. ബഹുവചനമായിട്ടുള്ള സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ, നായ്ക്കൾ, പൂച്ചകൾ, ഇങ്ങനെ ഏത് ബഹുവചന പ്രയോഗവും വരാം. ഇങ്ങനെ 4 സബ്ജക്റ്റുകളാണ് പൊതുവെ ഉണ്ടാവുക. 4 സബ്ജക്റ്റുകൾ ഞാൻ, നീ, അവൻ, അവൻ എന്നതിന് പകരം പേരുകളാവാം, അവർ അതിൻ്റെ ബഹുവചനം, അവിടെയും അവർ എന്നുള്ളതിന് പകരം പേരുകളാവാം. ചുരുക്കത്തിൽ ഈ 4 സബ്ജക്റ്റുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ആ വർത്തമാനകാലത്തിൽ, സാമാന്യ വർത്തമാനകാലത്തിലും താത്കാലിക വർത്തമാനകാലത്തിലും ഒരു സെൻറ്റൻസിനെ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ബോർഡിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ 4 സബ്ജക്റ്റുകൾ എഴുതുന്നു. ഞാൻ എന്നതിന് ഹിന്ദിയിൽ പറയുക മേം എന്നാണ്. മേം, ഞാൻ. അടുത്ത സബ്ജക്റ്റായിട്ട് വരുന്നത് തും ആണ്, നീ, നിങ്ങൾ. അടുത്തത് വഹ് ആണ്, അവൻ. അടുത്തത് അതിൻ്റെ ബഹുവചനം വേ ആണ്, അവർ. ശ്രദ്ധിക്കുക, മേം, ഞാൻ, തും, നിങ്ങൾ, വഹ്, അവൻ,
വേ അവർ. ഇനി മേം എന്ന സബ്ജക്റ്റ്. ഇനി നമുക്ക് വേണ്ടത് അടുത്ത കർമ്മമാണ്. ഞാൻ ഹിന്ദി പഠിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ സെൻറ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ഞാൻ കർമ്മമായ ഹിന്ദി എഴുതുന്നു, മാറ്റമൊന്നുമില്ല, മലയാളത്തിൽ പോലെ തന്നെ ഹിന്ദി എന്ന് എഴുതുന്നു. മേം ഹിന്ദി, ഞാൻ ഹിന്ദി പഠിക്കുന്നു. വേറെ ഒരു വളഞ്ഞ വഴിക്കൊന്നും പോവേണ്ട ആവശ്യമില്ല. മലയാളത്തിലെ പോലെ തന്നെ നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഞാൻ ഹിന്ദി പഠിക്കുന്നു. പഠിക്കുക എന്ന ക്രിയ വാക്ക് ശ്രദ്ധിച്ചു നോക്കുക. പഠിക്കുക എന്ന ക്രിയക്ക് നമ്മൾ പറയുന്നത് പഠന എന്നാണ്. പഠന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഠിക്കുക എന്നാണ്. പഠിച്ചു എന്നോ പഠിക്കുന്നു എന്നോ പഠിക്കും എന്നോ അല്ല, പഠിക്കുക. അതൊരു ക്രിയാവാക്കാണ്. ഈ ക്രിയാവാക്കിൽ നിന്നാണ് നമ്മൾ ഇനി ഈ സെൻറ്റൻസിലേക്ക് അതിന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ക്രിയാവാക്കിൽ നിന്ന് ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ക്രിയാവാക്കിൽ നിന്ന് ഈ ന എന്നുള്ള ഭാഗം നമ്മൾ ഒഴിവാക്കുന്നു. ന. അപ്പോൾ ബാക്കി വരുന്നത് പഠ് എന്നാണ്. ഇതിന് ക്രിയാധാതു എന്നാ പറയാം. ക്രിയയുടെ അടിസ്ഥാന രൂപം ക്രിയാധാതു. ഈ ക്രിയാധാതുവിനോടൊപ്പം ഈ വർത്തമാനകാലത്തിൽ, സാമാന്യ വർത്തമാനകാലത്തിലും താത്കാലിക വർത്തമാനകാലത്തിലും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്താൽ സെൻറ്റൻസായി മാറി. കൂട്ടിച്ചേർക്കേണ്ടെന്ന് നമ്മൾ ആദ്യം ക്രിയാധാതു എഴുതുന്നു. പട് എന്നതിൻ്റെ ക്രിയാധാതു ഇവിടെ എഴുതുന്നു, പട് എഴുതി. ഇനി സാമാന്യ വർത്തമാനകാലത്തിൽ നമ്മൾ പ്ലസ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് താ. ശ്രദ്ധിക്കുക, നമ്മൾ ക്രിയാധാതു ഇവിടെ എഴുതി, അതിൻ്റെ കൂടെ ത എന്ന് ചേർത്തി, കൂടെ ഹും എന്ന് ചേർക്കുന്നു, ഹും. അപ്പോൾ മേം ഹിന്ദി പട് താഹും. ഇവിടെ നോക്കുക, ഈ പട് എന്ന ക്രിയാധാതുവിനോടൊപ്പം നമ്മൾ ചേർത്തിയത് താഹും എന്നാണ്. ചേർത്തി എഴുതുമ്പോൾ കൂട്ടി വരക്കണം. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. പട് താഹും. മേം എന്ന സബ്ജക്റ്റ് വരുമ്പോൾ, മേം എന്ന കർത്താവ് വരുമ്പോൾ ഹും എന്നാണ് ലാസ്റ്റ് പ്രയോഗിക്കേണ്ടത്. ഇതൊരു നിയമമാണ്. നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു സ്ഥലത്തും മേം എന്ന സബ്ജക്റ്റ് വരുമ്പോഴല്ലാതെ വേറൊരു സ്ഥലത്തും ഈ ഹും എന്നുള്ള പ്രയോഗം ഉണ്ടാവില്ല എന്നെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ പലപ്പോഴും നമ്മളൊക്കെ പേപ്പർ നോക്കുമ്പോൾ കാണാം, എഴുതുമ്പോൾ ആൻസർ എഴുതുന്ന സമയത്ത് അസ്ഥാനത്ത് കൊണ്ടുപോയിട്ട് ഹും എന്ന് പ്രയോഗിക്കും. ഒരു കാര്യം തീർത്തു പറയുന്നു, ഒരു സംശയവും വേണ്ട. സബ്ജക്റ്റായിട്ട് മേം എന്ന് വരുമ്പോൾ മാത്രമേ ഹും എന്ന പ്രയോഗം ഉണ്ടാവുകയുള്ളൂ ഒരു സെൻറ്റൻസിൽ. അത് നന്നായി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ മേം ഹിന്ദി പഠിത്താഹും, ഞാൻ ഹിന്ദി പഠിക്കുന്നു. അല്ലെങ്കിൽ ഈ മേം എന്ന സബ്ജക്റ്റ് പെണ്ണാണെങ്കിൽ, ഇത് ഞാൻ പാണായതുകൊണ്ടാണ് പഠിത്താഹു എന്ന് പറയുന്നത്. സ്ത്രീയാണ് മേം എന്ന് പറയുന്നത്, പെൺകുട്ടിയാണ് പറയുന്നതെങ്കിൽ മേം ഹിന്ദി പഠിത്ത എന്നുള്ളത് തീ എന്നായി മാറും. വേറെ വ്യത്യാസമൊന്നുമില്ല. പഠിത്താഹും എന്നുള്ളത് പഠിത്തീഹും എന്നായി. അപ്പോൾ നിങ്ങൾ നോക്കൂ, കറക്റ്റ് ഒരു സെൻറ്റൻസ് കിട്ടി, ഞാൻ ഹിന്ദി പഠിക്കുന്നു. ഇതാണ് വർത്തമാനകാലത്തിലെ, സാമാന്യ വർത്തമാനകാലത്തിലെ രൂപം. ഇനി നമുക്ക് ഇതിനെ താത്കാലിക വർത്തമാനകാലത്തിലേക്ക്, അല്ലെങ്കിൽ ഞാൻ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു, ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ തീരുമെന്ന രൂപത്തിൽ പ്രയോഗിക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ല. ഈ താഹും തീഹും ഇത് നമ്മൾ മാച്ചു കളയുന്നു. ബാക്കി വരെയുള്ളതൊക്കെ ക്ലിയറാണ്. മേം ഹിന്ദി പട് വരെയുള്ള ക്രിയാധാതു വരെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. കൂടെ നമ്മൾ പട് താഹും ചേർത്തതിന് പകരം ചേർക്കുന്നത് രഹാഹും. നോക്കൂ, ഇവിടെ ചേർത്ത് വരക്കണം. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഗ്യാപ്പ് ഇട്ടത്. ചേർത്തന്നെ വരയ്ക്കേണ്ടതാണ്. മേം ഹിന്ദി പട് രഹാഹും. ഇനി ഞാൻ മേം എന്നുള്ളത് സ്ത്രീ ആണെങ്കിൽ മേം ഹിന്ദി പട് രഹീഹും. അർത്ഥം എന്തായി? ഞാൻ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ എഴുതിയത് നിങ്ങളൊന്നുകൂടെ വീഡിയോ ബാക്കിലോട്ട് ഒന്നുകൂടെ കാണണം. നിങ്ങൾ ശരിക്ക് പഠിത്ത രഹാഹുമല്ല എഴുതിയത്, ഇവിടെ താഹും എന്നായിരുന്നു, അല്ലെങ്കിൽ തീഹും എന്നായിരുന്നു. വർത്തമാനകാലത്തിൽ സെൻറ്റൻസിൻ്റെ അർത്ഥം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിയാധാതുവിനോടൊപ്പം രഹാഹും അല്ലെങ്കിൽ രഹീഹും എന്ന് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. തും നോക്കുക. തും
ഹിന്ദി നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു, മാറ്റമൊന്നുമില്ല. ഹിന്ദി. പട് വരെ പ്രശ്നമില്ല, പട് എന്ന് എഴുതി. ബാക്കിയാണ് ഇനി ചേർക്കേണ്ടത്. തും എന്ന് വരുമ്പോൾ വർത്തമാനകാലത്തിലാണെങ്കിൽ ചേർക്കേണ്ടത് തേ ഹോ എന്നാണ്. തേ ഹോ. നോക്കുക, പടുത്തേ ഹോ. ഈ തും എന്നുള്ളത് സ്ത്രീയാണെങ്കിൽ പടുത്തി ഹോ. വർത്തമാനകാലത്തിൽ ക്ലിയറായി. ഇനി അതിനെ നേരെ നമ്മൾ താത്കാലിക വർത്തമാനകാലത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ താ ഹോ തേ ഹോ എന്നുള്ളത് മാറ്റിയിട്ട് നേരത്തെ നമ്മൾ ഇവിടെ തന്നെ എഴുതിയ രഹേ, രഹ എന്നാണ് അവിടെ പറഞ്ഞത്, ഇവിടെ രഹേ ഹോ എന്നാക്കുന്നു. രഹേ ഹോ. ശ്രദ്ധിക്കുക, രഹേ ഹോ. ഈ തും സ്ത്രീയാണെങ്കിൽ രഹി ഹോ. ഇത്രയേ ഉള്ളൂ മാറ്റം. വളരെ സിമ്പിളാണ്, മനസ്സിലാക്കി നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമ്മൾ വഹു വരുമ്പോൾ നോക്കുക. വഹു എന്നുള്ളത് ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, അവൻ എന്നാണ്. അവൻ എന്നോ അല്ലെങ്കിൽ അവൾ എന്നോ പറയുന്നത്, അവളും അവനും ഒക്കെ വഹു തന്നെയാണ്. സർവനാമമാണ്, അത് നമ്മൾ പിന്നീട് പഠിക്കാം. സർവനാമം എല്ലാത്തിനും പറയുന്ന ഒരു പേരാണ്. എന്നാൽ ഈ വഹു എന്നതിന് പകരം പേരാവാം. ഒരുപാട് ഏത് പേര് നമുക്ക്, രാജു, രാധ, സമീർ, മുഹമ്മദ്, ഏത് പേരാണെങ്കിലും വഹു. നിയമം ഒന്നാണ്, നിയമമാണ് നമ്മൾ പഠിക്കുന്നത്. അത് നന്നായി ശ്രദ്ധിക്കണം. വഹു ഹിന്ദി മാറ്റമില്ല, ഹിന്ദി നമ്മൾ എഴുതുന്നു. പടും എഴുതുന്നു, മാറ്റമൊന്നുമില്ല. പട്, യെസ്, പട് എന്നെഴുതി. ഇനി നേരത്തെ നമ്മൾ ഇവിടെ പ്രയോഗിച്ചതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുള്ളൂ. സാമാന്യ വർത്തമാനകാലത്തിൽ താ ഹേ, ഹേ ഇവിടെയാണ് ഹേ വരിക. നോക്കുക, പടുത്താ ഹേ, ഞാൻ ഹിന്ദി പഠിക്കുന്നു. വഹു ഹിന്ദി പടുത്താ ഹേ, അവൻ ഹിന്ദി പഠിക്കുന്നു. ഈ അവൻ അവളാണെങ്കിൽ വഹു ഹിന്ദി പടുത്തി ഹേ. ഒരു മാറ്റമില്ല. താ എന്നുള്ളതിൻ്റെ വള്ളി ഒന്ന് ചെരിച്ച് താഴേക്ക് ഒരു വള്ളി ഇട്ട് കൊടുത്താൽ പടുത്തി ഹേ എന്നായി. ഇനി ഇതേ സെൻറ്റൻസിന് ഞാൻ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് എഴുതണമെങ്കിൽ എന്ത് വേണം? നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ താഹേ എന്നുള്ളത് അവിടെ വെട്ടുന്നു. നേരത്തെ ചെയ്യുന്ന രഹ ഇവിടെ എന്ത് ചെയ്യുന്നു? ചേർത്ത് കൊടുക്കുന്നു. രഹാ ഹേ. വഹു സ്ത്രീയാണെങ്കിൽ രഹീ ഹേ, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവൾ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ലാസ്റ്റ് അടുത്ത സെന്റൻസ് നോക്കാം. വേ, അവൻ, അവർ. വേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്. അവർ ബഹുവചനാണ്. അവർ ആവാം, ഞങ്ങളാവാം, അതുപോലെ തന്നെ സ്ത്രീകളാവാം, പുരുഷന്മാരാവാം, ഏത് ബഹുവചനവുമാവാം. ഏത് വന്നാലും നിയമം. ഞാൻ എഴുതുന്നു, നോക്കൂ. ഹിന്ദി നേരത്തെ എഴുതിയ പോലെ ഹിന്ദി എഴുതി, പ്രശ്നമൊന്നുമില്ല. ഹിന്ദി മാറ്റമില്ല. പട് മാറ്റമില്ല. പട് വരെ മാറ്റമൊന്നുമില്ല. വേ ഹിന്ദി പട്. നേരത്തെ ഇവിടെ രഹ എന്ന് എഴുതിയത് അതൊന്ന് ചരിച്ച് രഹേ എന്നാക്കുന്നു. രഹേ ഹൈം. നോക്കുക, ഹേ എന്നെഴുതി ഒരു പുള്ളി കൂടെ ഇവിടെ ഇങ്ങനെ ഇട്ട് വെക്കുന്നു. ആ പുള്ളി ഇട്ടില്ലെങ്കിൽ ഗ്രാമർ തെറ്റിപ്പോവും. അപ്പോൾ വേ ഹിന്ദി പട് രഹേ ഹൈം. രഹേ ഹൈം എന്നാണ് ക്രിയാധാതുവിനോട് കൂടെ ചേർക്കേണ്ടത്. ഇനി അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും പറഞ്ഞു. ഇപ്പം ഞാൻ ഇവിടെ ക്രിയാധാതു മാത്രമായിട്ട് വെച്ചേക്കണം. മേൻ ഹിന്ദി പട്. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. പട്, പട്, താ ഹും. തും ഹിന്ദി പട് തേ ഹോ. വഹ് ഹിന്ദി പട് താ ഹേ. വേ ഹിന്ദി പട് തേ ഹൈം. ഇനി അതിനെ താൽക്കാലിക വർത്തമാനകാലത്തിലേക്ക് മാറ്റണമെങ്കിൽ മെം ഹിന്ദി പട് രഹാ ഹും അല്ലെങ്കിൽ രഹി ഹും. വഹ് ഹിന്ദി പട് രഹേ ഹോ. തും ഹിന്ദി പട് രഹേ ഹോ. വഹ് ഹിന്ദി പട് രഹാ ഹേ. വേ ഹിന്ദി പട് രഹേ ഹൈം. ഇതാണ് നമ്മുടെ താത്കാലിക സാമാന്യ വർത്തമാനകാലത്തിൽ സെൻറ്റൻസ് എഴുതേണ്ട രൂപം. ഇത് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക, കൃത്യമായും മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ കൃത്യമായും മനസ്സിലാക്കി വെക്കണം നിർബന്ധമായിട്ടും. ഇല്ല എങ്കിൽ
നമുക്ക് പിഴച്ചു പോകും. നമ്മൾ അവസാനിപ്പിക്കുന്നു. ഞാനൊരു ചെറിയ വർക്ക് കൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്തത് വർത്തമാനകാലമാണ്. അതിൽ 2 വിഭാഗം പഠിച്ചു. അത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ പഠിച്ചാൽ മതി. ആ 2 വിഭാഗത്തിലും കുറച്ച് സെൻറ്റൻസുകൾ എഴുതുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഞാൻ കുറച്ച് ക്രിയാരൂപങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. പഠന പഠിക്കുക, ലിഖന എഴുതുക, ചല്ല നടക്കുക, ദൗഡന ഓടുക, ബൈഠന ഇരിക്കുക, ഉടന എണീക്കുക, സോന ഉറങ്ങുക, ഖേൽന കളിക്കുക, ഖാന തിന്നുക, പീന കുടിക്കുക, നഹാന കുളിക്കുക, ദേഖ്ന കാണുക, സുന്ന കേൾക്കുക, ഹംസന ചിരിക്കുക, രോന കരയുക, ജാന പോവുക, ചടുന കയറുക, മരത്തിലൊക്കെ കയറുന്ന ആ കയറിൽ, ദേന നൽകുക കൊടുക്കുക, ഗിർന വീഴുക, അതുപോലെ തന്നെ രഹ്ന താമസിക്കുക, നിക്കൽന പുറപ്പെടുക, മാർന അടിക്കുക, അതുപോലെ തന്നെ സാഫ് കർണ വൃത്തിയാക്കുക. ഏകദേശം ഒരു 25 വേർഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. ഈ 25 വേർഡുകൾ വെച്ചുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ ഈ നിയമത്തെ ആസ്പദമാക്കി ഒരു 25 സെൻറ്റൻസ് നിങ്ങൾ എഴുതുക. 25 വേർഡുകൾ അതിൽ വേണം. പഠന ഞാനിവിടെ നേരത്തെ പറഞ്ഞതാണ്, ലിഖന എഴുതുക. അപ്പോൾ അതിലിങ്ങനെ ഞാൻ തും വഹ് എന്ന് മാത്രം പ്രയോഗിക്കാതെ രാധ ഇംഗ്ലീഷ് എഴുതുന്നു, അല്ലെങ്കിൽ രാജു മലയാളം എഴുതുന്നു, ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ മലയാളത്തിൽ തന്നെ ആദ്യം സെൻറ്റൻസ് എഴുതി നോക്കി ആ സെൻറ്റൻസിനെ ഇങ്ങനെ ഈ 25 ക്രിയാ വേർഡുകൾ വെച്ചുകൊണ്ട് നിങ്ങളൊരു 25 സെൻറ്റൻസ് എഴുതി നോക്കുക. ഞാൻ ഉറപ്പ് പറയുന്നു, ആ 25 സെൻറ്റൻസ് എഴുതുമ്പോഴേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഹിന്ദിയിലെ വർത്തമാനകാലത്തിൽ ഒരു സെൻറ്റൻസ് എഴുതുവാനുള്ള ശക്തി, ധൈര്യം നിങ്ങൾക്ക് കിട്ടും. ഇനി പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നാൽ വർത്തമാനകാലത്തിൽ എഴുതേണ്ട ഒരാൻസർ നിങ്ങൾക്ക് ധൈര്യസമേതം എഴുതാൻ സാധിക്കും. വർക്ക് ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ക്ലാസ് ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കുന്നു. മറ്റൊരവസരത്തിൽ നമുക്ക് ഭാവി കാലത്തെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യാം. ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.